നമുക്കിന്നൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചാലോ? അതിനുള്ള വകകളുമായിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സംഭവം എല്ലാവർക്കും അറിയാലോ, നിയമസഭാ ഇലക്ഷൻ തുടങ്ങാറായി. ഇലക്ഷൻ ചൂടിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ പല കോമഡികളും സംഭവിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്. പലപ്പോഴും ഇലക്ഷന്റെ സമയത്ത് പലരും അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണത്? ഇലക്ഷൻ സമയമായി, ഇനിയിപ്പോ കുറച്ച് കാര്യത്തേക്ക് കോമഡി പരിപാടികളൊക്കെ കാണുന്നത് മാറ്റി വെച്ചിട്ട് കുറച്ച് ന്യൂസ് ചാനൽ കണ്ട് ചിരിക്കാമെന്നുള്ളത്. ഓരോ തവണ ഇലക്ഷൻ വരുമ്പോഴും നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള വകകൾ എല്ലാ പാർട്ടിക്കാരും തരാറുണ്ട് അല്ലെ, പ്രത്യേകിച്ച് BJP. എന്തായാലും ഇത്തവണ BJP മറ്റുള്ള പാർട്ടിയെക്കാളും നേരത്തെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ മട്ടാണ്. ആയതിനാൽ തന്നെ ഇത്തവണ നമുക്ക് ചിരിക്കാനുള്ള വകയും കുറച്ച് നേരത്തെ കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും BJPന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. 2020 എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടിയുമായി സഖ്യകക്ഷി രൂപീകരിച്ചാണ് ഇപ്പൊ BJPയുടെ വരവ്. 2020ന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കോമഡിയാണ്. പൈസ അറിഞ്ഞ് സെലിബ്രിറ്റീസിനെ ചാക്കിട്ട് പിടിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ 2020 ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിവർ ആദ്യം ചാക്കിട്ട് പിടിച്ച വ്യക്തി എന്ന് പറയുന്നത് വണ്ണൻ്റെ അഖിൽ മാരാറാണ്. അഖിൽ മാരാറാണെങ്കിൽ ആ ചാക്കിൽ വീഴുകയും ചെയ്ത് കേട്ടോ. ഇപ്പൊ നിലവിൽ തൃക്കാക്കരയിൽ 2020യുടെ കീഴിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അഖിൽ മാരാർ. അഖിൽ മാരാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. മുട്ടാൻ കോമഡിയാണ് മക്കളെ, നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്തായാലും അഖിൽ മാരാറിന് പിന്നാലെ അഞ്ജലി നായരെയും വീണ നായരെയും ലക്ഷ്മി പ്രിയയും ഒക്കെ 2020 ചാക്കിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയായി നിർത്തുകയും ചെയ്തു. പക്ഷെ അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരെ ചാക്കിട്ട് പിടിച്ച വീണ നായർക്കും ലക്ഷ്മി പ്രിയക്കും വോട്ടർ പട്ടികയിൽ പോലും പേരില്ല എന്നുള്ളതാണ്. അത് പോലും നോക്കാതെയാണ് ഓരോരുത്തരെയും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി വെച്ചേക്കുന്നത് 2020-കാര്. അവർക്ക് അത്രയുള്ള ബോധമുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. എന്നാലും പാവ ലക്ഷ്മി പ്രിയയും വീണ നായരും അല്ലെ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്തായാലും അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് സീറ്റ് കിട്ടാൻ പോണില്ല, അത് അവർക്കും അറിയാം. എന്നാലും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് കുറച്ച് ക്യാഷെങ്കിലും അവർക്ക് കിട്ടുമായിരുന്നല്ലോ 2020ന്റെ വക. അതില്ലാണ്ടായില്ലേ, വല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ. ഇനിയിപ്പോ സാരില്ല, അടുത്ത തവണ നോക്കാം. എന്തായാലും ലക്ഷ്മി പ്രിയയെ 2020 സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ലക്ഷ്മി പ്രിയ പല ചാനലുകളിലും ഇന്റർവ്യൂകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽപ്പെട്ടൊരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. മുട്ടൻ കോമഡിയാണ്, അതൊന്ന് കണ്ടോക്കി നിങ്ങൾ. സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാനായിട്ട് ഞാൻ കയറിയത് നീതി ജന ഔഷധിയിലാണ് കയറിയത്. അവിടെ നിന്ന് നമുക്ക് ആ സാനിറ്ററി നാപ്കിന് കാശ് കൊടുക്കുമ്പോൾ 10 രൂപയാണ് അവർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. 10 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻസ് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അതാണ് സാനിറ്ററി നാപ്കിന്റെ വില കേട്ട് ചേച്ചി പൊട്ടി പൊട്ടി കരഞ്ഞു പോലും. എന്താ കാര്യം, ഇവിടെ 10 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കിട്ടും. എന്നിട്ടാണ് ഞാൻ മുന്തിയ വില കൊടുത്ത് വേറെ സ്ഥലത്ത് നിന്ന് സാനിറ്ററി നാപ്കിനുകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയത്. ആദ്യമേ ഇവിടുന്ന് 10 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കിട്ടുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു കൊട്ട സാനിറ്ററി നാപ്കിൻ ആദ്യം വാങ്ങിച്ചു വെക്കായിരുന്നു. അത് ഓർത്തിട്ടായിരിക്കണം ചേച്ചി പൊട്ടി പൊട്ടി കരഞ്ഞത്. എന്തായാലേ ചേച്ചിന്റെ ഒരു അവസ്ഥ നോക്കിയാണ് നിങ്ങൾ. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയധികം, അതായത് കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹൈജീന്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സാനിറ്ററി നാപ്കിൻസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങിക്കും. അതിപ്പോ കേരളത്തിൽ മാത്രമല്ല ചേച്ചി, ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരൊക്കെ സാനിറ്ററി നാപ്കിന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. പെണ്ണാണോ പീരീഡ്സ് ഉണ്ടോ അവര് സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചിരിക്കും. അത് ഇത്ര വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ചേച്ചിക്ക് ഇപ്പൊ നിലവിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഇതിനും വലുത് പറഞ്ഞ് കരുതുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെ. ഇതാകുമ്പോ സാനിറ്ററി നാപ്കിനിൽ മാത്രം ഒതുങ്ങിയെന്നും പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. എന്നാലും ചേച്ചിയുടെ ഒരു അവസ്ഥ അല്ലേ, കരഞ്ഞു തീർക്കാൻ ചേച്ചിയുടെ ജീവിതം ഇനിയും ബാക്കി. നേരത്തെ സാനിറ്ററി നാപ്കിൻ ആലോചിച്ച് കരഞ്ഞ്, ഇപ്പോഴോ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടിട്ട് ആലോചിച്ച് കരിഞ്ഞ്. ഇനി നാളെ മറ്റെന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കും ചേച്ചി കരയാൻ പോകുന്നത്. ഇങ്ങനെ കരഞ്ഞു തീർക്കുന്ന ഒരു ജന്മഷ്ടം. എന്തായാലും ലക്ഷ്മി പ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി നമുക്ക് നേരെ തൃപ്പൂണിത്തറയിലേക്ക് പോകാം. അവിടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിക്കുന്നുണ്ട്. ആരാണെന്നല്ലേ, സിനിമാ നടിയായിട്ടുള്ള അഞ്ജലി നായർ. പുള്ളിക്കാരി ഇപ്പൊ ഓടി നടന്ന് പ്രചരണം നടത്താണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ചേച്ചി ഓടി നടന്ന് പ്രചരണം നടത്തുന്നുണ്ട്. മറ്റുള്ള പല പാർട്ടിക്കാരും പ്രചരണം തുടങ്ങിയിട്ട് പോലുമില്ല. പക്ഷെ അഞ്ജലി നായർ നേരത്തെ തന്നെ കയറി പ്രചരണം തുടങ്ങി എന്നുള്ളതാണ്. എന്തിനു പറയുന്നു, ചേച്ചി പ്രചരണം നടത്തി പള്ളി കയറി വരെ പ്രചരണം നടത്താൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ആരെങ്കിലും ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവണം. ചക്കയുടെ ചിഹ്നത്തിൽ വിജയിപ്പിച്ചു തരണം. കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഈദാശംസകൾ കേട്ടോ. താങ്ക് യു, സന്തോഷം. ശരി.
നമ്മുടെ കോർപ്പറേഷൻ പരിഗണിക്കുന്ന ഇപ്പൊ BJP ഉണ്ടല്ലോ അതിൽ ഇപ്പം വിജയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കാത്തിരുന്നോ. എന്തായാലും ചേച്ചിയുടെ ചിഹ്നം കൊള്ളാം, ചക്ക, നല്ല ചിഹ്നം അല്ലേ. എന്തായാലും ഇത്രയൊക്കെ ചിന്തിക്ക്. ചേച്ചി അഥവാ ജയിക്കുകയാണെങ്കിൽ അതെന്തായാലും ഉണ്ടാവില്ല. ഇനി ജയിക്കുകയാണെങ്കിൽ തന്നെ ഉടനെ തന്നെ ആ പല്ലങ്ങ് പൊളിച്ചു കളഞ്ഞേക്ക്, ഒന്നും നോക്കണ്ട ചേച്ചി. എന്തായാലും ഇതിനിടയ്ക്ക് അഞ്ജലി ചേച്ചി ഏതൊരു ഓൺലൈൻ മീഡിയയിൽ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. എനിക്കൊരു സിനിമാക്കാരിയുടെ ജാടകൾ കാണിക്കാൻ അറിയില്ല. അതെ, പാവാണ് നമ്മുടെ അഞ്ജലി ചേച്ചി. അഞ്ജലി ചേച്ചിക്ക് സിനിമാക്കാരുടെ ജാട കാണിക്കാനേ അറിയില്ല. അതിന് ജാട കാണിക്കാൻ മാത്രമുള്ള സിനിമകൾ അഭിനയിച്ചിട്ട് വേണ്ടേ. ആകെ വെല്ലിലുണ്ടാവുന്ന സിനിമകളാണ് അഭിനയിച്ചത്. എന്നിട്ട് പറയാണ് ഒരു സിനിമാക്കാരുടെ ജാട കാണിക്കാൻ എനിക്ക് അറിയില്ല പോലും. ഇതൊക്കെ കേൾക്കണം പഠിച്ചോനെ. എന്തായാലും ചേച്ചി ബാക്കി പറ. എനിക്ക് സാധാരണക്കാരിയായിട്ട് നിൽക്കാനും എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ 2 പെൺമക്കളോടൊപ്പം അവരുടെ ഒരു കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നന്മയ്ക്കാണെങ്കിലും എന്റെ കൂടെയുള്ള കുടുംബക്കാർക്കാണെങ്കിലും ഇപ്പൊ എന്റെ ഫുൾ തൃപ്പൂണിത്തുറ എന്റെ നാട് എന്റെ കൂടെയുണ്ട്. അവരിൽ ഒരാളാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അറിയൂ, എനിക്ക് അത്ര അറിയാം. ഞാൻ കണ്ടു, ഇതൊക്കെ ഞാൻ ട്രോളായിട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നും കാണാഞ്ഞിട്ടല്ല, ഭഗവാനെ വരെ പിടിച്ചു നിൽക്കുന്ന ഒരു ട്രോള് കണ്ടു. ഞാൻ ഭഗവാനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളല്ല, ഭഗവാന്റെ പേര് വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഏത് ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ എന്റെ ചെറുപ്പം മുതലുള്ള ഏത് പരിചയക്കാരോടും നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ നാട് വരെ വന്ന് നിങ്ങളുടെ പരിചയക്കാരെ തപ്പിപ്പിടിച്ച് ചോദിക്കാനൊന്നും വയ്യ. എന്തായാലും ചവിട്ടിയത് ചാണകല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് പ്രത്യേകിച്ച് വിവരിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ വിവരിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഇട്ട് അതറിയാൻ താല്പര്യമില്ല. ഇതൊക്കെ എത്ര കേട്ടതാണ് ചേച്ചി. ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ വളരെ സാധാരണക്കാരിയാണ്, ഞാൻ നിങ്ങളിൽ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് വരും. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞാലും ഒരു മുങ്ങലങ്ങ് മുങ്ങും. ഓടിയ വൈക്ക് പുല്ല് പോലും മുളക്കൂല, ആ ലെവലുള്ള മുങ്ങലായിരിക്കും മുങ്ങ. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ് ചേച്ചി. എന്തായാലും ഇലക്ഷന് ശേഷവും ഇങ്ങനെ സാധാരണക്കാരായി ജീവിക്കുന്നത് കണ്ടാൽ മതി. എന്തായാലും അഞ്ജലി നായർ ഒരു സൈഡിൽ കൂടെ ഇലക്ഷൻ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊടി പൊടിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിലാണ് ഏറ്റുമാനൂരിൽ 2020 പുതിയൊരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവരുന്നത്. നിലവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, ആരതി. ആരതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാളും മുട്ടൻ കോമഡിയാണ്. പ്രായക്കുറവിന് എല്ലാ പക്കത്തുക്കുറവും ആരതി ചേച്ചിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആരതി ചേച്ചിന്റെ ഇലക്ഷൻ പ്രചരണ തള്ളുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? പറ, ആരാ? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. ആര്? കേന്ദ്ര സർക്കാരോ? അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൈയും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് ആരതി ചേച്ചി പറയുന്നത് അല്ലേ? എല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ മികച്ച വിദ്യാഭ്യാസം കിട്ടിയതിലും നല്ല മെട്രോ കിട്ടിയതിലും മറ്റു പല കാര്യങ്ങളും കിട്ടിയതിലും ഒക്കെ കേന്ദ്ര സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതങ്ങനെ ഇവര് കാണും, ഇവരുടെ കണ്ണിൽ അത് മാത്രമേ കാണത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഇവർക്കൊന്നും വോട്ട് കൊടുക്കരുത് എന്ന് പറയുന്നത്. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ പറയാണ്, കുറെ ഞാനത് കണ്ടതുകൊണ്ട് പറയാണ്. എന്റെ കമന്റ് ബോക്സിൽ തന്നെ കുറെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ അവരെന്തിനാ സത്യം പറഞ്ഞാൽ നമ്മോട് വിദ്വേഷം കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സ്റ്റിൽ അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. പാവണ്ടില്ലേ ചേച്ചി? ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ചേച്ചിനെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് അറിയില്ല പോലും. എന്നാൽ നമുക്ക് അതൊന്ന് അറിയിച്ചു കൊടുക്കാം. അത് അറിയിക്കാൻ പ്രത്യേകിച്ച് എവിടെയും പോകുന്നു വേണ്ട. ചേച്ചിയുടെ മറ്റൊരു പ്രസംഗം കേട്ടാൽ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. അടിച്ചു മാറ്റാൻ വിദഗ്ധരായവരാണ് ഇവരെല്ലാം. ഇല്ലെങ്കിൽ ശബരിമല കൊള്ള അല്ലേ, എന്താ പറയാ, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയോടെ. വർഷങ്ങൾക്ക് മുമ്പേ അവരാദ്യം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി. നമ്മൾ സ്ത്രീകൾക്കൊന്നും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് അത് ചെയ്തത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളത് ക്ഷമിച്ചു. വീണ്ടും ഇപ്പോ ശബരിമലയുടെ പേരിൽ കൊള്ള നടത്തുകയാണ്. നമ്മുടെ അയ്യപ്പന്റെ സ്വർണം കെട്ടോണ്ട് പോകുന്നു. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും നിങ്ങളോടുള്ള വിദ്വേഷം എന്താണെന്നുള്ളത്? ജാതി, മതം, ദൈവം ഇതിനെ കൂട്ടിപ്പിടിച്ച് വോട്ട് ചോദിക്കാനും നിങ്ങൾക്ക് അറിയൂ. നിങ്ങൾ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് മറ്റുള്ളവർക്ക് ഇത്ര വിദ്വേഷം. എന്തായാലും ചേച്ചിന്റെ പ്രചരണങ്ങൾ എങ്ങനെ നടക്കട്ടെ. ഇലക്ഷൻ കഴിഞ്ഞാലും ഇവിടൊക്കെ തന്നെ കാണണം കേട്ടോ. ആ വൈക്ക് അങ്ങോട്ട് പോയേക്കരുത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ നായകനിലേക്ക് വരാം. അത് മറ്റാരുമല്ല, വണ്ണന്റെ അഖിൽ മാരാർ. ഇപ്പൊ നിലവിൽ തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഖിൽ മാരാറാണ് അല്ലെ ഉള്ളത്. പറയാലോ, ഇത്തവണത്തെ ഇലക്ഷൻ കോമഡികൾ അഖിൽ മാരാർ തൂക്കി തന്നെ വേണമെങ്കിൽ പറയാം. ആ ലെവലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പൊ അഖിൽ മാരാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ അഖിൽ മാരാർ പ്രചരണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ പല ചാനലുകൾക്കും ഓടി നടന്ന അഖിൽ മാരാർ ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 2 ദിവസം മുന്നേ ന്യൂസ് 8 കൊടുത്തിട്ട് ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പൊ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. എന്താ അഖിൽ മാരാറ് ഹോട്ട്സ്റ്റാർ വഴിയാണോ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ബിഗ് ബോസ് 100 ദിവസം കണ്ട ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ. മൂപ്പർ ഇപ്പോഴും ബിഗ് ബോസ് ലോകത്താണെന്ന് തോന്നുന്നു. ഇപ്പോഴും മൂപ്പർ അതിന് പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആശാൻ ഇമാതിരി ഡയലോഗ് ആയിട്ട് വന്നേക്കുന്നത്. ബിഗ് ബോസ് 100 ദിവസം കണ്ട ആർക്കും എന്നോട് വോട്ട് ചെയ്യാൻ തോന്നി പോകും പോലും. ബിഗ് ബോസ് അല്ല അഖിൽ മാരാറ കേരളം. ബിഗ് ബോസ് എന്നത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിൽ നന്നായി എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരാളെ ജനങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കും. അതിൽ വിജയിച്ചു എന്ന് കരുതി ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാണെങ്കിൽ വിജയിക്കുമെന്നാണ് അഖിൽ മാരാർ കരുതി വെച്ചേക്കുന്നത്.
അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അത് വേ ഇത് റേ താനക്ക് ഇത്ര വലിയ മണ്ടനായി പോലെ അഖിൽമാരാറെ. എന്തായാലും കൊള്ളാം. ബിഗ് ബോസ് ഓഡിയൻസിനെ വെച്ച് കേരള ജനതയെ അടക്കാൻ കാണിച്ച നിന്റെ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചെന്ന് കേട്ടോ. നിന്നെ കൊണ്ട് അതിനൊക്കെ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ അഖിൽമാരാറുടെ തള്ളുകൾ. പണ്ട് മുണ്ടക്കായത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് 1-2 പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ അഖിൽമാരാറ് തള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട് വെച്ച് കൊടുക്കാൻ പോയിട്ട് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല അഖിൽമാരാറ്. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ അഖിലിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അഖിലിന്റെ മറുപടി നമുക്ക് കണ്ടോക്കാം. ചെയ്തു കൊടുത്തില്ല. അതിൽ വയനാട് വീട് കേരളത്തിൽ വാഗ്ദാനം ചെയ്ത ഒരാൾ പോലും വെച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം സർക്കാരാണ്. അവിടെ വെച്ചു കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ ഭൂമി ലഭ്യമാക്കണമായിരുന്നു. സർക്കാർ അവരോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് 20 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. ഇയാൾ ഒരു കള്ളന്മാരായതുകൊണ്ടല്ലേ നമ്മൾ ഉമാർക്ക് കൊടുക്കുക. അത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരെ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും പല മുതലാളിമാരും പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് ചെയ്യാന്ന്. അത് ബോബി ചെമ്മണ്ണൂരും പറഞ്ഞിട്ടുണ്ട്, യൂസഫ് അലിയും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഒരുപാട് മുതലാളിമാർ പറഞ്ഞിട്ടുണ്ട്. ഒരു 750-850 വീടുകൾ പല ആൾക്കാരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് താല്പര്യമില്ല, ഇവരെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അറിയുന്നില്ല. വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ അവരുടെ കൂടെ നിൽക്കണം. അതിന് പകരം പൈസ കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനായി. അതെ, സർക്കാർ കൂടുന്നുണ്ടായിരുന്നെങ്കിൽ അഖിൽമാരാറോ ഒലത്തിയേനെ. ഇവന്റെ ഈ ഡയലോഗാണ് ഒട്ടും സഹിച്ചുകൂടാത്തത്. വാഗ്ദാനം നിറവേറ്റാത്തത് പോട്ടെ, എല്ലാരും ഇവിടെ കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാറില്ല. ഓരോ വികാരം തള്ളിച്ചതിന് പുറത്ത് ഇവിടെ പലതും തട്ടിവിടാറുണ്ട്. അതിലൊരു തട്ടിവിടലായിട്ട് നമ്മൾ അഖിൽമാരാറുടെ തട്ടിവിടൽ കാണുന്നുള്ളൂ. പക്ഷെ അതിന് കൊടുക്കുന്ന ന്യായീകരണങ്ങളാണ് ഒട്ടും സഹിച്ചുകൂടാത്തത്. അഖിൽമാരാറിന് സമയം കിട്ടുകയാണെങ്കിൽ സാവകാശം ഒന്ന് മുണ്ടക്കയത്ത് പോയിട്ട് അന്വേഷിക്കണം. അവിടെ സർക്കാരിന്റെ സഹായമില്ലാതെ ഇഷ്ടംപോലെ ആളുകൾ പലർക്കും വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, മറ്റു പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ആവശ്യമൊന്നുമില്ല. സ്വയം സഹായിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആരെയും നമുക്ക് സഹായിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച ആളെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ടല്ലോ ചുമ്മാ അങ്ങോട്ട് തള്ളി വീടാണ്. ഇങ്ങനെ വിചാരം ഇങ്ങനെ ഭയങ്കര വാക്സാമർത്ഥ്യാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസ് വിജയിച്ചതിന് ശേഷം ഇങ്ങനെ ഈ വിചാരം നല്ലോണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അസഹനീയമാണ്. ഒരു സമയത്തൊക്കെ ഇങ്ങനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയിരുന്നു. പക്ഷെ വന്ന് ബാക്കി ലൈസൻസ് ഇല്ലാതായതോടെ ഇങ്ങനെ വെറുത്ത് തുടങ്ങിയുള്ളത് പറയാലോ. എന്തൊക്കെയാണ് പബ്ലിക്കിന് മുന്നിൽ ഓരോന്ന് വിളിച്ചു പറയുന്നത്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും നിലവിൽ അഖിൽമാരാറ് മത്സരിക്കുന്ന തൃക്കാക്കരയിലുള്ള ആളുകൾക്ക് അഖിൽമാരാറെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടോ. 1-2 അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. അതായത് 2020 സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാറ് വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയസാധ്യത എത്ര ഉണ്ട്? ഓരോരുത്തരെ അഖിൽമാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP കിട്ടിയാണ്. പക്ഷെ അഖിൽമാരാറ് ബിഗ് ബോസിലൂടെ ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിലും വലിയ ബിഗ് ബോസുകൾ വന്നിട്ട് 10 വെള്ളത്തോടാണ്ട് പോയിട്ടുണ്ട്. കേരളമാണ്. അല്ലാണ്ട് മദ്രാസ് ആണെങ്കിൽ ശരിയാണ്, തമിഴ്നാട്ടിലൊക്കെ കിട്ടും. അല്ല, ചോദ്യം പറഞ്ഞല്ലേ ബിഗ് ബോസ് അദ്ദേഹം പറഞ്ഞ ബിഗ് ബോസ് കണ്ടവരെല്ലാരും അഖിൽമാരാർക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞു. അങ്ങനെ കാണണി കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നില്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആകണം. അവരാവൂലല്ലോ. ഹെച്ചാതി ഉക്കില്ലേ, ഇമ്മാതിരി ഉക്ക് സ്വപ്നങ്ങളിൽ മാത്രം. ഇതിപ്പോ ഞാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, പറയാനുള്ള മൂപ്പരെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇത്താത്തന്റെ പ്രതികരണം ഉണ്ട് മക്കളെ. അത് വേറെ ലെവല് പ്രതികരണമാണ്. നിങ്ങൾ എന്നെ ഒന്ന് കേട്ടു നോക്കിയത്. അഖിൽമാരാർ അറിയില്ലേ? അഖിൽമാരാറ് അറിയില്ല. ചേച്ചി ഇവിടെ ഉള്ള ആളാണ്, തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താ. അതായത് ഇപ്പൊ അഖിൽമാരാറാണ് 2020 ആയിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അഖിൽമാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും, ഉറപ്പാണ്. അഖിൽമാരാർ ആരാ? അതാരാ? പിന്നെ എന്ത് ജയിക്കും? അഖിൽമാന്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അഖിൽമാരാർ ആരാന്നറിയില്ല. ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കും? ഉറപ്പുണ്ട് ജയിക്കുമെന്ന്. അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ജയിക്കും? ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയണു. ആരാന്നറിയില്ല. പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? ആരാന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ? അഖിൽമാരാർ ആരാന്നറിയില്ല. ഇല്ല, ഒന്ന് കാണിച്ചെന്നേ. എന്തായാലേ സൂപ്പർമാൻ, സ്പൈഡർമാൻ, പോക്കിമാൻ എന്നൊക്കെ കേട്ടിരിക്കുന്നു. പക്ഷെ അഖിൽമാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ അഖിൽമാരാരെ കാണുന്നുണ്ടാവോ? ഇതൊക്കെ കാണുകയാണെങ്കിൽ അഖിൽമാരോട് പറയാനുള്ളത് ഇതിലും ഏത് അഖിൽമാരാർ ആറ്റിൽ പോയി ചാടി ചാവുന്നതാണ്. ഇതിനും വലിയ അപമാനം ഇനി അഖിൽമാരാർക്ക് കിട്ടാനില്ല. ഞാൻ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അഖിൽമാരാർ. ആ അഖിൽമാരാരെയാണ് ഇപ്പൊ ഈ താത്ത അപമാനിച്ച് വിട്ടേക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. എന്നാലും അതിനെടുക്കേണ്ട ഒരു മുട്ടും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ അഖിൽമാരാർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചുതരാം. ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അസാധ്യം ഒന്നുമില്ല. വോട്ട് ഫോർ NDA, നേരിനൊപ്പം നേർവഴിയിൽ അഖിൽമാരാർ, തൃക്കാക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി. ഇതാണ് പോസ്റ്റ്. ഈ പോസ്റ്റിന് ഏകദേശം 28.9K ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ. ഇനി നമുക്ക് ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലേക്ക് വരാം. അതിലൊരു കമന്റ് ഞാൻ വായിച്ചു തരാം. തോക്കം എന്നുള്ളവർ ലൈക്ക് അടിക്കുക. ആ കമന്റിന് കിട്ടിയ ലൈക്സ് നോക്കി നിങ്ങൾ 33.9K. അതായത് അഖിൽമാരാർ ഇട്ട പോസ്റ്റിനേക്കാളും കൂടുതൽ ലൈക്ക് ചെയ്തതിനാണ്, ആ കമന്റിനാണ്. എന്തൊരു അവസ്ഥയാണ് അഖിൽമാരാറിന്റേത്. വീണ്ടും അപമാനിതനാവാൻ അഖിൽമാരാരുടെ ജീവിതം ഇനിയും ബാക്കി. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഇനി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു അഖിൽമാരാർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത എന്നെ വിളിച്ച് ചോദിച്ചാൽ നിസ്സഹായനായി ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിന്റെ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ഒരാൾ എന്നെ വിളിച്ചപ്പം സെറീന ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം.
അപ്പൊ നിങ്ങൾ പേര് പറഞ്ഞാൽ ശരി, എന്നാലും ഞാൻ പറയാണ്. ഇപ്പം ആർട്ടിസ്റ്റ് ഉല്ലാസ് മന്ദളം, അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും വീഡിയോ കാണുകയാണ്. ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം വയ്യാതെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉല്ലാസ് ചേട്ടൻ 2013 ഞാനൊരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ സ്റ്റേജ് ഷോയുടെ ഡബിങ്ങിന് വേണ്ടി മാത്രം എനിക്ക് വേണ്ടി വന്ന് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ഗോകുലത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ വർഷം തന്നെ ഞാൻ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരയാത്ര എന്ന് പറയുന്ന പടത്തിൽ ഈ ഉല്ലാസ് ചേട്ടനെ വിളിച്ച് ഞാനൊരു വേഷത്തിന് വേണ്ടിയിട്ട് സജഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഞാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ പ്രേക്ഷകരെ രസിപ്പിച്ച, ഒരിക്കൽ എന്നെ ചിരിപ്പിച്ച ഒരു കലാകാരന് വയ്യാത്ത ഒരു അവസ്ഥ കാണുന്നു. ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന നമ്പർ എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഉല്ലാസേട്ടാ ഇതേപോലെ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കൊട്ടാരക്കര നാട്ടിലേക്ക് പോകുന്നു, അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. എനിക്ക് ഇതേ കാര്യം വേണമെങ്കിൽ 10,000-ന്റെ ഒരു 100 കെട്ടുകളുമായിട്ട് ഇത് ആൾക്കാരെയൊക്കെ കാണിച്ച് 2 കയ്യിൽ കെട്ടുമൊക്കെ എടുത്തു വെച്ച് ഉല്ലാസേട്ടന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ വീഡിയോ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റി അദ്ദേഹത്തെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് ചേട്ടാ ഇതാണ് എന്റെ വക ഒരു സഹായം ഇരിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് കാണിച്ച് ഞാനൊരു റീലിട്ടാൽ അഖിൽമാരാർ നന്മയുള്ളവനാണ്. അതെ, അതൊക്കെ ശരിയാണ്. അതിന് റീൽ ഇടണമെന്നൊന്നുമില്ല. ഇതേമാതിരി ഇന്റർവ്യൂ കൊടുത്താലും അഖിൽമാരാർ ഒരു നന്മമരം തന്നെയാണ്. എന്തായാലും അഖിൽമാരാർ ചെയ്തൊരു പുണ്യപ്രവൃത്തി എല്ലാരും കേട്ടല്ലോ. മൂപ്പർ ഒരുപാട് ആൾക്കാർ ഇതേപോലെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലോ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതേപോലെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വിളിച്ചു പറയൂലല്ലോ. പബ്ലിസിറ്റി തീരെ ആഗ്രഹിക്കാത്ത മനുഷ്യനാണ് നമ്മുടെ അഖിൽമാരാർ. എല്ലാരെയും വാരിക്കോരി സഹായിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ അഖിൽമാരാർ. അഖിൽമാരാർ മുത്താണ്, കരളാണ്. ഇത്ര പോരാ അഖിൽമാരാറെ? ഇതല്ല അഖിൽമാരാർ ആഗ്രഹിക്കുന്നത്. ഇതിന് വേണ്ടല്ലേ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? കഴിഞ്ഞില്ലേ? ഇനി 24 ന്യൂസിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അഖിൽമാരാർ ഒരു സംഭവം പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കണ്ടു നോക്കാം. എന്റെ ജനാധിപത്യം എന്താണ്? ഈ രാജ്യത്ത് നിശബ്ദനാക്കപ്പെടുന്ന ജനതയ്ക്ക് എല്ലാ സമയത്തും ഉയർന്ന് സംസാരിക്കാനും അവന്റെ ആവശ്യങ്ങൾ മറ്റൊരുത്തന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് സൃഷ്ടിക്കപ്പെടണം. അതിന് അവന് ഒന്നും തടസ്സമായി മാറാൻ പാടില്ല. ജാതി തടസ്സമായി മാറാൻ പാടില്ല, മതം തടസ്സമായി മാറാൻ പാടില്ല, അധികാരമില്ലായ്മ തടസ്സമായി മാറാൻ പാടില്ല. ഒരു പൗരൻ അവൻ്റെ ശബ്ദം നീതിക്ക് വേണ്ടി ഉയർത്തിക്കാൻ, അത് കേൾക്കാനും അനുഭാവപൂർവ്വം കേൾക്കാനും എൻ്റെ ക്യാമ്പയിൻ പോലും ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരാതി പറയുന്നവനും പരാതി കേൾക്കുന്നവനും ഒന്നായിരിക്കണമെന്നാണ്. മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും. കാരണം എൻ്റെ ലക്ഷ്യം നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ ഒരുത്തരും ആശയത്തിൽ ബേസ് ചെയ്തല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഈ 1900 ഒരു വിലയുമില്ല. ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞുതരാം. 1885 അലൻ ഒക്ടേവിയൻ ഹോം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷം എന്താണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം, എന്താണ് ലക്ഷ്യം? പറയാൻ മതേതരത്വം. ഇനി മതേതരത്വം പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മതേതരത്വം ഉണ്ടോ റിയാലിറ്റിയിൽ? ഇല്ല. CPM-നുണ്ടോ? ഇല്ല. സംവരണ സീറ്റിൽ ഇന്ന് വരെ അവർ പറയുന്നത് ഹിന്ദുത്വ ദേശീയ ബോധമാണ്. അവർ വൺ സൈഡാണ്. അവർ പറയുന്നത് അതാണല്ലോ. അതാണ് ഇവിടെ മതേതരത്വം പറയുന്ന കോൺഗ്രസിനും മാർക്സിസ്റ്റിനും യഥാർത്ഥത്തിൽ മതേതരത്വം ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? മതം പറയുന്ന BJP അങ്ങ് ഭരണം ഏൽപ്പിക്കണം. അപ്പൊ ഇവിടെ മതേതരത്വം നന്നായി നടപ്പാക്കിക്കോളും അല്ലേ അഖിൽമാരാറെ? എന്ത് നല്ല കോൺസെപ്റ്റ് ആണ് അഖിൽമാരാരുടേത്. ഇത്രയും മികച്ചൊരു കോൺസെപ്റ്റ് സ്വപ്നങ്ങളിൽ മാത്രം എങ്ങനെ സാധിക്കുന്നത്? ഇത്ര കോൺഫിഡന്റ് ആയി ബ്ലണ്ടർ പറയാൻ ഇങ്ങനെയൊക്കെ വിചാരം എന്താണെന്നറിയോ? ഇങ്ങനെ എന്ത് പറഞ്ഞാലും ജനങ്ങൾ കൈയടിച്ചോടുന്നതാണ് ഇങ്ങനെ വിചാരം. അതിന്റെ പുറത്താണ് ഇങ്ങനെ ഓരോ ബ്ലണ്ടർ അടിച്ചു വിടുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മതേതരത്വം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയേക്കുവാണ്, എന്നിട്ട് മത്സരിക്കുന്നതോ ഇന്ത്യക്ക് കീഴിലും. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? ഇനിയുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അഖിൽമാരാറ് കോമഡികൾ. നമുക്ക് സമയം പോലെ വരും ദിവസങ്ങളിൽ ഓരോന്ന് എടുത്തിട്ട് കൊട്ടാം. ചുമ്മാ ഇലക്ഷൻ വരെ ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇപ്പോഴല്ലേ ഇങ്ങനത്തെ കണ്ടന്റുകൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്ന എനിക്കും ഒരു റിലാക്സേഷൻ, കേൾക്കുന്ന നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു കണ്ടന്റ്, അത്രേ ഉള്ളൂ. ഇതിനെങ്ങനെ കണ്ടാൽ മതി. എന്തായാലും ഇനി അതിനെല്ലാം ഇടയിൽ നമ്മൾ മറന്നുപോയ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, കുണ്ടറയിൽ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന വൺ ആൻഡ് ഓൺലി റോബിൻ രാധാകൃഷ്ണൻ. നമുക്ക് റോബിൻ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇന്നത്തെ കണ്ടന്റ് അവസാനിപ്പിക്കാം. ജയ് ജവാൻ. അല്ല, റോബിന്റെ കയ്യില് വാളല്ലേ കാണുന്നത്? ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പ്രചരണം തന്നെ അല്ലേ? ദയവ് ചെയ്ത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാളൊന്ന് വാങ്ങി വെച്ചേക്ക്. കാരണം മറ്റൊന്നല്ല, റോബിനാണ് ആള് കുറച്ച് ആവേശം കൂടുതലാണ്. അല്ല, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ റോബിന്റെ അലറലും ആവേശമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആ ആവേശം ചിലപ്പം ആ വാളെടുത്ത് കാണിച്ചു കഴിഞ്ഞാണെങ്കിലേ അകത്ത് കെടുക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ആ വാളൊന്ന് വാങ്ങിച്ചു വെക്കണം. എന്തായാലും വന്ന് സംഭവം മുട്ടും കോമഡി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.